കോടതിയും കൈവിട്ടു. കോൺഗ്രസിന് നേരെ നിൽക്കാനാവാതെ തിരിച്ചടികൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയും മോദി വിജയിച്ചാൽ ഇത് ജനാധിപത്യ ഇന്ത്യയിലെ അവസാനത്തെ തെരഞ്ഞെടുപ്പാണ് എന്ന് പറയുന്നെങ്കിൽ തെറ്റി, തീർത്തങ്ങു തെറ്റി. ഇത് ജനാധിപത്യം അവസാനിച്ച ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. 2024 തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തെ കൊന്നൊടുക്കിയതിനു ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. നമ്മൾ അറിയാതെ പോയി എന്ന് മാത്രം. അല്ലെങ്കിൽ ഇതാണ് ജനാധിപത്യമെന്ന് നമ്മൾ അങ്ങ് ഗതികെട്ടി വിശ്വസിക്കേണ്ടി വന്നു. അങ്ങനെയാക്കി തീർത്തു BJP ഈ രാജ്യത്തെ. അല്ലെങ്കിൽ എങ്ങനെയാണ് വീണ്ടും വീണ്ടും കോൺഗ്രസിനെ ഇങ്ങനെ തകർക്കുക? സ്വാതന്ത്ര്യാനന്തരം ഈ രാജ്യത്തെ നട്ടലോടുകൂടെ നേരെ നിർത്തിയ ഒരു പാർട്ടി, ആ പാർട്ടി എങ്ങനെ ഇങ്ങനെ തകർക്കാനാവും? ജനാധിപത്യ മാർഗത്തിലാണോ ഇപ്പോൾ കോൺഗ്രസിന് മേൽ കുരുക്കിട്ടിരിക്കുന്നത്? അല്ല, പിന്നെയോ അവരുടെ സമ്പത്തിനെ പൂട്ടിക്കെട്ടി വെച്ചുകൊണ്ട് വണ്ടിക്കൂലിക്ക് പോലും കാശില്ലാത്തവരാക്കി മാറ്റി തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലേക്ക് 1 രൂപ ചെലവഴിക്കാൻ വകയില്ലാത്ത പപ്പറാസികളാക്കി മാറ്റിക്കൊണ്ടാണോ ജനാധിപത്യ ഇന്ത്യയിൽ പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത്? അടിക്കടി ഇൻകം ടാക്സ് വൻ തുകകളാണ് കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് നോട്ടീസ് അയച്ചുകൊണ്ടേയിരിക്കുന്നത്. ഉള്ള ബാങ്ക് അക്കൗണ്ടുകളൊക്കെ തന്നെ മരവിപ്പിച്ചുകൊണ്ട് കട്ടൻ ചായക്ക് വകയില്ലാത്തവരാക്കിയത് പോരാഞ്ഞിട്ടാണ് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ട പ്രചാരണം പുരോഗമിക്കവേ കോൺഗ്രസിന് വീണ്ടും ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് വരുന്നത്. 1700 കോടി രൂപയുടെ നോട്ടീസാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. 2017-18 മുതൽ 2020-21 സാമ്പത്തിക വർഷത്തെ പിഴയും പലിശയും ഉൾപ്പെടുന്നതാണ് ഈ തുക. ഇക്കാലയളവിലെ ആദായ നികുതിയുടെ പുനർനിർണയം സംബന്ധിച്ച് കോൺഗ്രസ് നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി മണിക്കൂറുകൾ പിന്നിടവെയാണ് പുതിയ നോട്ടീസ് കൈമാറിയിരിക്കുന്നത്. ബാങ്ക് അക്കൗണ്ടുകളും ATMകളും മരവിച്ചാൽ ഒരു സാധാരണക്കാരന് എന്ത് സംഭവിക്കും? അത് തന്നെയാണ് കോൺഗ്രസിന് സംഭവിച്ചിരിക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി തുറന്നടിക്കുകയും ചെയ്യുമ്പോൾ ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുകയാണ്. കോൺഗ്രസിന് എന്തു പറ്റി എന്നുള്ള യാഥാർത്ഥ്യം. പ്രചാരണ പരിപാടികൾക്കും പാർട്ടി യാത്രകൾക്കും പണം പിൻവലിക്കാനാകാത്ത സ്ഥിതിയാണെന്നും ഇത് ജനാധിപത്യത്തിൽ കേട്ടുകേൾവിയില്ലാത്ത തരം താണ നടപടിയാണെന്നും രാഹുൽ പറയുന്നത് കൊണ്ടുകൂടിയാണ് പറയുന്നത് ഇത് ജനാധിപത്യം അവസാനിച്ച ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് എന്ന്. തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്നു നിൽക്കുമ്പോൾ 1 രൂപ പോലും ഇല്ലാത്തവരാക്കി കോൺഗ്രസിനെ ഇല്ലാതാക്കി കളയാൻ വേണ്ടിയിട്ട് BJP മാത്രം കോടികൾ പൊടിപൊടിച്ച് തെരഞ്ഞെടുപ്പിന് നേരിട്ട് വിജയിച്ച് അധികാരത്തിൽ വന്നാൽ ആരു പറഞ്ഞു ഇത് ജനാധിപത്യ രാജ്യമാണ് എന്ന്? ആ ജനാധിപത്യം എപ്പോഴോ ഉണ്ടായിരുന്നു എന്നത് മാത്രം. സ്വാതന്ത്ര്യത്തിന്റെയും പരമാധികാരത്തിന്റെയും ഓർമ്മകൾ നമ്മുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് എന്ന് ഇന്നും പറയുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ തോന്നൽ മാത്രമാണത്. അതിന് ഈ ഒരൊറ്റ ഉദാഹരണം മാത്രം മതി. കോൺഗ്രസിനെ ഇങ്ങനെ മരവിച്ചു നിർത്തുന്ന ഒരൊറ്റ ഉദാഹരണം. ഒന്നുകൂടെ പറയുകയാണ്, ഇത് ഇന്ത്യയിലെ അവസാനത്തെ തെരഞ്ഞെടുപ്പല്ല, ജനാധിപത്യം അവസാനിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്.